ഈ അഭ്രപാളിയിൽ കാണുന്നത് അഭിനയമാണെന്ന് നമുക്കറിയാം. യഥാർത്ഥ ജീവിതത്തിൽ അത് അവരങ്ങനെ അല്ല എന്നും നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ അവരതുപോലെയാണ് എന്ന് വിശ്വസിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോജിക്കിനപ്പുറം മാജിക്ക് വിശ്വസിക്കാനാണ് മനസ്സിനിഷ്ടം. അതിന് ഓഡിയോ വിഷ്വൽ കോമ്പിനേഷൻ വിത്ത് മാനറിസം, ഓഡിയോ വിഷ്വൽ മാനറിസം വിത്ത് കോമ്പിനേഷൻ ഓഫ് യുവർ മാനറിസം. ഇത് ചെയ്താൽ മനുഷ്യന്റെ മനസ്സ് അതറിയാതെ വിശ്വസിക്കും, അതറിയാതെ വിശ്വസിക്കും. അതുകൊണ്ടാണ് സിനിമാ നടൻ ദിലീപ് ഒരു വലിയ കുറ്റം ചെയ്തുവെന്ന് നമുക്ക് തോന്നിയിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. വിജയ് സിനിമയിൽ ആയിരക്കണക്കിന് ആളുകളെ അപകടത്തിൽ രക്ഷിക്കുന്ന മഹാനാണ്, അമാനുഷിക പദവിയുള്ള മഹാനാണ്. പക്ഷേ വിജയെ കാണാൻ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ ആർത്തനാദത്തോടെ മരിച്ചു വീഴുമ്പോൾ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുന്ന ആളാണ് യഥാർത്ഥ വിജയ് എന്നറിഞ്ഞിട്ടും വിജയുടെ ഫാൻസുകാർ പറയുന്നത് അവിടെ ആളുകൾ മരിച്ചതിൻ്റെ കാരണം ഗവൺമെന്റ് ആണെന്നാണ്. മനസ്സിലാവുന്നോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരൊക്കെ നമ്മുടെ മനസ്സിനെ കൊത്തിപ്പിടിച്ചത് അവരുടെ വിഷ്വൽ, ആഡിയോ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ദ മാനറിസം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കച്ചവടത്തിൻ്റെ വക്താവാകാൻ പറ്റുമോ? അംബാസഡർ ആവാൻ പറ്റുമോ? സെലിബ്രിറ്റി ആവാൻ പറ്റുമോ? ഇൻഫ്ലുവൻസർ ആകാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഉത്തരം.